ഇതുവരെയും നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്ഷൻ ആണ് ഈ പറയുന്നത്. അണ്ടം റിട്രീവ് ചെയ്യുക ഒരു ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക്സിൽ വരുന്നതാണ്. അത് കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും അപാകതകൾ ഉണ്ടാകുന്നതായിട്ട് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മളെപ്പോഴും ഒരു നേച്ചറുമായിട്ട് അലൈൻ ചെയ്ത് പോവുക, നാച്ചുറൽ കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് ഡെഫിനറ്റ്ലി കോസ്റ്റ് എഫക്റ്റീവ്നെസ്സിൻ്റെ ഒരു കാര്യം ഡെഫിനറ്റ്ലി വരുന്നു. നാച്ചുറൽ ആവുമ്പോൾ നമുക്കതിനകത്ത് വേറെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. കോസ്റ്റ് എഫക്റ്റീവായ ഒരു ഓപ്ഷനുമാണ് നാച്ചുറൽ എന്ന് പറയുന്നത്. ഒരു 35 ഇയേഴ്സ് കഴിയുമ്പോൾ കുറച്ച് അതിനകത്തൊരു ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനം എന്ന് പറയുന്നത് ഈ അണ്ടങ്ങളുടെ ക്വാളിറ്റി കുറയുന്നു എന്നുള്ളതാണ്. ഒരു സെക്കൻഡ് പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന ഒരാൾ, ഒരു 35+ അല്ലെങ്കിൽ ഒരു 40+ ഉള്ള ആൾക്ക് ഒരു ആയുർവേദത്തിൽ എന്തെങ്കിലും നേരത്തെ ചികിത്സകൾ എന്തെങ്കിലും എടുത്തതിന് ശേഷം കൺസീവ് ചെയ്യുന്നതായിരിക്കുമോ നല്ലത്? ഇപ്പോഴത്തെ ഒരു രീതിയാണ് 30 വയസ്സിന് ശേഷം കല്യാണം കഴിക്കുക, 40 വയസ്സിന് ശേഷം പ്രഗ്നൻസിയിലേക്ക് പോവുക, 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഗർഭധാരണം എത്രത്തോളം സേഫാണ് എന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് ആയുർവേദ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനിലയാണ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ 40 വയസ്സിന് ശേഷം ഗർഭധാരണം അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രഗ്നൻസി തന്നെ ഒരു 40 ഇയേഴ്സ് അല്ലെങ്കിൽ 35 ഇയേഴ്സിന് മുകളിൽ. ഇത് എത്രത്തോളം സേഫാണ്? ശരിക്കും ഒരു പണ്ട് കാലത്ത് ഇപ്പോൾ ഒരു 10 ഇയേഴ്സ് ബാക്ക് ആണെങ്കിൽ 30 വയസ്സ് കഴിയുമ്പോൾ ഒരു എൽഡർലി പ്രൈമി എന്നുള്ളൊരു കാറ്റഗറിയാണ്. അതായത് ഒരു ഹൈ റിസ്ക് വിഭാഗത്തിലോട്ടാണ് അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇപ്പം പക്ഷേ അത് ഒരു 35 വയസ്സിന് ശേഷമാണ് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് കാണുന്നത്. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ സോഷ്യോ എക്കണോമിക് ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇപ്പം പഠിക്കുക, ജോലി നേടുക എന്നുള്ളൊരു സോഷ്യോ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നിങ്ങൾ ഈ ശേഷം അതിലാണ് നമ്മൾ ഈ 40 വയസ്സിൽ പ്രഗ്നൻസി എന്ന് ചിന്തിക്കുന്നത്. പക്ഷെ ഒരു ബയോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ കൂടെ ഉണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിക്കും ഒരു 35 ഇയേഴ്സ് കഴിയുമ്പോൾ കുറച്ച് അതിനകത്തൊരു ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനം എന്ന് പറയുന്നത് ഈ അണ്ടങ്ങളുടെ ക്വാളിറ്റി കുറയുന്നു എന്നുള്ളതാണ്. ക്വാളിറ്റി കുറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ പലതരം ക്രോമസോമൽ അനോമലി നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ ക്രോമസോമൽ അനോമലിയുള്ള കുട്ടികളെ നമുക്കറിയാം, ഈ ഡൗൺ സിൻഡ്രോം പോലെയുള്ളതെല്ലാം വരാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി അതൊരു ഹൈ റിസ്ക് കാറ്റഗറിയിലേക്ക് പോകും. രണ്ടാമത് 30 വയസ്സ് കഴിയുമ്പോൾ സ്വാഭാവികമായി തന്നെ നമ്മുടെ ഒരു മെറ്റബോളിക് റേറ്റ് ഒന്ന് കുറയും. അപ്പം 20കളിൽ ഇപ്പോൾ 20 മുതൽ 30 വയസ്സുള്ള ഒരാളിന് മാക്സിമം ബോൺ, മാക്സിമം മസിൽ മാസ്, മാക്സിമം മെറ്റബോളിസം, മാക്സിമം സ്ട്രെങ്ത്. അപ്പോൾ ഒരു മെറ്റബോളിക് ഓവർലോഡാണ് പ്രഗ്നൻസി, ഡെലിവറി എല്ലാം വരുന്നത്. അതുപോലെയുള്ളൊരു ഇവൻ്റ് ആ മാക്സിമം ഹെൽത്തിൽ നിൽക്കുന്ന സമയത്ത് എന്നുള്ളതിലാണ് 30-നകം എന്ന് അഡ്വൈസ് ചെയ്തിരുന്നത്. ഇതാണ് ഒരു ബയോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ. 30 വയസ്സ് കഴിയുമ്പോൾ നോർമലി നമ്മുടെ മെറ്റബോളിസം ഒന്ന് കുറയുന്നു. അപ്പോൾ ബോഡിക്ക് നോർമലി തന്നെ ഒരു സെറ്റ് ബാക്ക് ചെറുതായിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ഓവർലോഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഓവത്തിന്റെ ഒരു ക്വാളിറ്റി കുറയുന്നു. ഇത് ക്രോമസോമൽ അനോമലികൾക്ക് കാരണമാകാം. പിന്നെ വേറെ ഒന്ന് പ്രസവത്തിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. പ്രസവം വരുമ്പോഴും 30 വയസ്സ്, മുമ്പ് 30 വയസ്സെന്നായിരുന്നു, ഇപ്പൊ അത് 35 വയസ്സിന് താഴെ എന്ന് ടെക്സ്റ്റുകളിലും 35 വയസ്സിന് താഴെ എന്ന് കാറ്റഗറൈസ് ആണ്. ഡെലിവറി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകാം, ഡിലേഡ് ലേബർ വരാം, അല്ലെങ്കിൽ ഒരു നോർമൽ ഡെലിവറി അച്ചീവ് ചെയ്യുന്നതിന് ചില തടസ്സങ്ങൾ വരാമെന്നുള്ളതാണ് ഈ ഹൈ റിസ്ക് കാറ്റഗറിയിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മൾ പരിശോധനകൾ, ഡോക്ടറുമായിട്ട് ഉള്ള സമ്പർക്കം കൃത്യമായി കീപ്പ് ചെയ്യണം. നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടണം പ്രഗ്നൻസിയിൽ. എല്ലാ പരിശോധനകളും അതിൻ്റെതായ കൃത്യസമയത്ത്, അതാണ് ഈ സമയത്തുള്ള പ്രഗ്നൻസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പരിശോധനകൾ കൃത്യസമയത്ത് ചെയ്തിരിക്കണം. അതിൽ ഒരെണ്ണം പോലും വിട്ടുപോകാൻ പാടില്ല. കാരണം അതിൻ്റെ കോൺസിക്വൻസ് ചിലപ്പോൾ അത്രയും സീരിയസ് ആയി പോകാം. പിന്നെ ലേബറിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മൾ കൃത്യമായി നമ്മുടെ ഭക്ഷണം അതുപോലെ ശ്രദ്ധിക്കണം. കാരണം മെറ്റബോളിസം ഓൾറെഡി കുറച്ച് സ്ലോ ആവും. ഭക്ഷണം, സപ്ലിമെന്റ്സ് എല്ലാം അതുപോലെ ശ്രദ്ധിക്കണം. എക്സസൈസ് നോർമൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ലേബറിനോട് അടുപ്പിച്ചായാലും കോംപ്ലിക്കേഷൻസ് വരുന്ന രീതിയിൽ അല്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം. കഴിയുന്ന സ്ട്രെസ് കുറച്ച് വെക്കണം. ഇങ്ങനെ എല്ലാ ഫാക്ടേഴ്സും മൾട്ടി ഫാക്ടോറിയലായിട്ട് സ്വന്തമായ ഒരു ശ്രദ്ധ, മറ്റുള്ളവരുടെ ഒരു പരിചരണം, പ്ലസ് ഡോക്ടറുമായിട്ടുള്ള ഒരു റാപ്പോയും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടൊരു കൃത്യമായ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസും ട്രീറ്റ്മെൻറ്റും വളരെ കൃത്യമായി കൊണ്ടുപോകണം. കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ ലേറ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഒരു
ഹൈ റിസ്ക് കാറ്റഗറി തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് ഇടുമ്പോൾ തന്നെ ചിലപ്പോൾ കമൻറ്റുകൾ വരാം. ഒത്തിരി പേര് പറയും എൻ്റെ അമ്മ 40 വയസ്സിലാണ് അല്ലെങ്കിൽ 38 വയസ്സിലാണ് എന്നെ പ്രസവിച്ചത്, ഞാനൊരു ഹെൽത്തി ബേബി ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ പ്രസവിച്ചത് 42 വയസ്സിലാണ് അല്ലെങ്കിൽ 35 വയസ്സിലാണ്, ഞാൻ എൻ്റെ പ്രസവിച്ചപ്പോൾ എൻ്റെ കുഞ്ഞ് എങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് വരുന്നത്, അങ്ങനെയുള്ള ഡിസ്കഷൻസും ഇതിനിടയിൽ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? ഇത് എല്ലാ കാര്യമായാലും ഇപ്പം നമ്മളൊരു ഇൻഡിവിജ്വലിൻ്റെ ആരോഗ്യം നോക്കുമ്പോഴും എപ്പോഴും ഇതിലൊരു ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരാൾ ജനിച്ച് വളർന്നു വന്നൊരു സാഹചര്യം, അവർ കഴിച്ച് വന്ന ഭക്ഷണം, അവരുടെ ഒരു ഇൻഡിവിജ്വൽ ആരോഗ്യം, അതിന് ഡിഫറൻസ് വരും. അപ്പം അത് ഒരാളിനെ ബാധിക്കുന്ന പോലെ തന്നെ മറ്റൊരാളിനെ ബാധിക്കണം എന്നില്ല. പിന്നെ അവർ സ്ഥിരമായി ശീലിക്കുന്ന ഭക്ഷണ രീതി, അവരുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം, പിന്നെ അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി എല്ലാം ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യും. അത് അന്നേരം അല്ലെങ്കിൽ ആ പ്രഗ്നൻസിയിൽ ചെയ്യുന്നതല്ല, നമ്മളൊരു കുട്ടിക്കാലം മുതൽ നമ്മൾ ശീലിച്ചു വരുന്ന പല ഫാക്ടേഴ്സ് നമ്മുടെ ആരോഗ്യത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും. അത് തന്നെ ഈ അണ്ടങ്ങളിലും അണ്ടാശയത്തിലും ഗർഭാശയത്തിലും പ്രസവത്തിലും എല്ലാം റിഫ്ലക്റ്റ് ചെയ്യും. അപ്പൊ രണ്ടാൾക്കാർക്ക് ഒരുപോലെ ആയിരിക്കണം എന്നില്ല, പക്ഷെ ഇങ്ങനെയുള്ള ഘടകങ്ങൾ, റിസ്ക് ഫാക്ടേഴ്സ് എപ്പോഴും അതിനകത്ത് അസോസിയേറ്റ് ചെയ്യും കൂടുതലായിട്ട്. ഒരു 20 മുതൽ 30 വയസ്സ് വരെയുള്ള ഒരാളിന് വരാവുന്നതിനേക്കാൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് 30-നും 40-നും ഇടയ്ക്ക് അല്ലെങ്കിൽ 40 കഴിയുന്ന ഒരാളിന് കൂടുതൽ വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ്. ഇപ്പോൾ വേറൊരു ട്രെൻഡ് ഉണ്ട്. ഇപ്പൊ അണ്ടം സേവ് ചെയ്ത് വെക്കാം, അതായത് കുറച്ച് നേരത്തെ തന്നെ അണ്ടം സേവ് ചെയ്ത് വെച്ചാൽ, ഇപ്പൊ അതൊക്കെയാണ് പറയുന്നത്. 30 വയസ്സിന് ശേഷം കല്യാണം കഴിഞ്ഞാലും പ്രശ്നമില്ല, ഞാനിത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പൊ അതെടുക്കാമെന്നുള്ളത്. ഇതൊക്കെ നല്ല ഒരു ഇത് തന്നെയാണോ? എന്താണ് ഡോക്ടറിന് ഒരു ആയുർവേദ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ സേഫ് തന്നെയാണോ? അങ്ങനെ വരുന്ന കുട്ടികളും നല്ല രീതിയിൽ തന്നെയാണോ ഉണ്ടാവുക? ഇതുവരെയും നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്ഷൻ ആണ് ഈ പറയുന്നത്. അണ്ടം റിട്രീവ് ചെയ്യുക ഒരു ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക്സിൽ വരുന്നതാണ്. അത് കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും അപാകതകൾ ഉണ്ടാവുന്നതായിട്ട് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മളെപ്പോഴും ഒരു നേച്ചറുമായിട്ട് അലൈൻ ചെയ്ത് പോവുക, നാച്ചുറൽ കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് ഡെഫിനറ്റ്ലി കോസ്റ്റ് എഫക്റ്റീവ്നെസ്സിന്റെ ഒരു കാര്യം ഡെഫിനറ്റ്ലി വരുന്നു. നാച്ചുറൽ ആവുമ്പോൾ നമുക്ക് അതിനകത്ത് വേറെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. കോസ്റ്റ് എഫക്റ്റീവ് ആയ ഒരു ഓപ്ഷനുമാണ് നാച്ചുറൽ എന്ന് പറയുന്നത്. ആ ഒരു ഡിഫറൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ ART എന്ന് പറയുന്നത് ഇതുവരെയും കുട്ടികൾക്ക് എന്തെങ്കിലും അപാകതകൾ വരുന്നതായിട്ട് പ്രൂവ് ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ. അതുപോലെ തന്നെ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസിയെ കുറിച്ചാണ് സംസാരിച്ചത്. അതൊരു 35+ ഫസ്റ്റ് പ്രഗ്നൻസി. ഇപ്പോൾ ഒരു സെക്കൻഡ് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടിയുണ്ട്, ഒരു 10 വയസ്സായി അല്ലെങ്കിൽ ഒരു 5 വയസ്സായി, അവർക്ക് പിന്നീട് ഒരു സെക്കൻഡ് പ്രഗ്നൻസി ഒരു 40 വയസ്സിലാണ് വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഈ ഫസ്റ്റ് പ്രഗ്നൻസി കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് പ്രഗ്നൻസിയോടുകൂടി ഒന്നും കഴിയുന്നില്ല. അത് കഴിഞ്ഞ് 2 years ലാക്ടേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു തീരെ നമ്മൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ഒരു ഒട്ടും മൈൻഡ് ചെയ്യാത്തൊരു കാലഘട്ടം ആണ് ഈ ലാക്ടേഷൻ പീരീഡ് എന്ന് തോന്നുന്നു. കാരണം അയൺ അല്ലെങ്കിലും കാൽഷ്യം, മഗ്നീഷ്യം, അങ്ങനെ ധാരാളം മിനറൽസ് വല്ലാത്ത ലെവലിൽ കുറയുന്നത് ശരിക്കും ഈ 2 years ലാക്ടേഷൻ ആണ്. പ്രഗ്നൻസിയുടെ ഒരു ഓവർലോഡ്, കാൽഷ്യം, അയൺ, പ്രോട്ടീൻ എല്ലാം വേണ്ട രീതിയിൽ ബോഡിയിൽ നിന്ന് അബ്സോർബ് ചെയ്തതിന് ശേഷം വീണ്ടും കാൽഷ്യം പൊക്കോണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പൊ ഈ പ്രഗ്നൻസിയിൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർ പോലും ലാക്ടേഷനിൽ തീരെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാറില്ല. അത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ആകെപ്പാടെ ഒരു വർഷമായിട്ടും പീരീഡ്സ് വരാതിരുന്നാൽ മാത്രമാണ് അതിനെ ഒന്ന് അറ്റൻഡ് ചെയ്ത് കാണുന്നത്. അപ്പം ആ സമയത്ത് സപ്ലിമെന്റ്സ് കഴിക്കാനോ വേണ്ട ആ സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഭക്ഷണം ഒന്നും ശ്രദ്ധിച്ച് കാണാറില്ല. അപ്പോൾ ശരിക്കും ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് ഒരു 3 വർഷം സ്പേസിങ് ഉണ്ടെങ്കിലാണ് ശരിക്കും ഈ കാൽഷ്യം ആൻഡ് അയൺ ഒക്കെ ഒന്ന് നോർമൽ ആകുന്നത്. 2 വർഷം എടുക്കും. അപ്പം നമ്മുടെ ഇന്ത്യൻ സ്ത്രീകളുടെ ഒരിക്കലും ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ല. അതിനെ പരിഗണിക്കുമ്പോൾ ഒരു 3 year സ്പേസിംഗ് ആണ് എപ്പോഴും നമ്മൾ പറയുന്നത്. അത്രയും സ്പേസിങ് എന്തായാലും രണ്ടാമതൊരു കുട്ടിക്കായിട്ട് ആവശ്യമാണ്. പിന്നെ ആയുർവേദത്തിന്റെ ഒരു കൺസെപ്റ്റ്, ഒരു 6 വർഷം കഴിയുമ്പോൾ, ഒരു പ്രസവം കഴിഞ്ഞ് 6 വർഷം കഴിയുമ്പോൾ വീണ്ടും ആദ്യത്തെ പോലെ തന്നെയാണ് എന്നാണ്. അതായത് വീണ്ടും ഒന്നേന്ന് പ്രസവിക്കുന്ന പോലെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്ന ആയുർവേദത്തിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു 3 വർഷം കഴിഞ്ഞ് ഒരു 6 വർഷത്തിനകം കൺസീവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഈ മെറ്റബോളിസത്തിന്റെ വിഷയം, അണ്ടങ്ങളുടെ ക്വാളിറ്റി കുറയുന്നത്, പ്രസവത്തെ ബാധിക്കുന്നത്, ഇതിൽ പലതും രണ്ടാമത്തെ പ്രഗ്നൻസിയിലും ഇത്രയും റിസ്കിൽ തന്നെ ഉണ്ട്.
ഒരു സെക്കൻഡ് പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന ഒരാൾ, ഒരു 35+ അല്ലെങ്കിൽ ഒരു 40+ ഉള്ള ആൾക്ക് ഒരു ആയുർവേദത്തിൽ എന്തെങ്കിലും നേരത്തെ ചികിത്സകൾ എന്തെങ്കിലും എടുത്തതിന് ശേഷം കൺസീവ് ചെയ്യുന്നതായിരിക്കുമോ നല്ലത്? അത് ഒരു നല്ല ഓപ്ഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രീ കൺസെപ്ഷണൽ കെയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ഈ പറഞ്ഞ പോലെ കുറച്ച് നമ്മൾ അഡ്വാൻസ്ഡ് ഏജ് ആയിട്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോഴാണ്. അതിൽ ഫസ്റ്റ് നമുക്ക് കറൻ്റ്ലി ഉള്ള ഡിസീസിനെ ട്രീറ്റ് ചെയ്യുക, കറൻ്റ്ലി ഉള്ള ഡെഫിഷ്യൻസീസ് മാനേജ് ചെയ്യുക, അതിനുശേഷം ഈ പ്രഗ്നൻസിയിലും എക്സ്ട്രാ കെയർ എടുക്കുക, ഇൻവെസ്റ്റിഗേഷൻസ് ടൈംലി ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പം നമ്മളിന്ന് മുന്നേ പറഞ്ഞിട്ടുള്ള പ്രീ കൺസെപ്ഷണൽ കെയറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും ഈ കുറച്ച് ലേറ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി. അത് വളരെ അഡ്വൈസബിൾ ആണ് ശരിക്കും. അതെ അല്ലേ? അതായത് അപ്പോഴത്തേക്കൊക്കെ ഈ കാൽഷ്യവും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും. ഇപ്പം ഓൾറെഡി ഒരു അനീമിയ ഉള്ള ആളാണെന്ന് വെച്ചോളൂ, ഈ അനീമിയോടുകൂടി പ്രഗ്നൻസി ആവുന്നു. പ്രഗ്നൻസിയിലെ അനീമിയ എന്ന് പറഞ്ഞാൽ വലിയൊരു കോംപ്ലിക്കേഷനാണ്. അപ്പോൾ അല്ലാണ്ടുള്ള അനീമിയ ഉള്ള ആൾ കൺസീവ് ചെയ്ത് വലിയൊരു കോംപ്ലിക്കേഷനിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയാമല്ലോ, ഓൾറെഡി നമ്മുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് നമുക്ക് ഒരു അസസ്മെന്റ് ഉണ്ട്, നമുക്ക് അറിയുകയും ചെയ്യാം. അതിനനുസരിച്ച് നമ്മൾ ആ ഡെഫിഷ്യൻസീസിനെ കറക്റ്റ് ചെയ്ത് ഡിസീസ് ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം ഒരു 3 months പ്ലാനിങ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 3 months പ്ലാനിങ്ങിന് ശേഷം കൺസീവ് ചെയ്യാന്നാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഡെഫിനറ്റ്ലി അത് തന്നെയാണ് പ്രിഫറബിൾ. അപ്പോൾ ഒരു 35+ അല്ലെങ്കിൽ 40+ലുള്ള ആളുകൾക്ക് എങ്ങനെ കൺസീവ് ചെയ്യാമെന്നും എന്തൊക്കെ കാര്യങ്ങൾ സേഫായിട്ട് നമുക്കൊരു കുഞ്ഞിനെ കയ്യിൽ കിട്ടും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ഇന്ന് ഡോക്ടർ നമ്മളോടൊപ്പം സംസാരിച്ചത്. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും എത്താം ഡോക്ടർ അനിലയോടൊപ്പം.